إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാർ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ച് പുലർത്തി തഖ്വയുള്ള വണക്കമുള്ള അടിമകളായി ജീവിച്ച് മരിക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, നിർദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗപ്രവേശനവും നരകമോചനവും മുഖ്യ ലക്ഷ്യമായി കണ്ട് ആ നിലക്ക് ഐഹിക ജീവിതം നയിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അതിനുള്ള പരിശ്രമങ്ങളിൽ നാം എത്രത്തോളം മുഴുകുന്നു എന്ന ആത്മവിചാരം അത് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഒരു മനുഷ്യനും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ് മരണമെന്നത്. അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു തആല ചില അടിസ്ഥാന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയത് കാണാൻ കഴിയും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ. എല്ലാ നഫ്സും മരണം രുചിക്കുക തന്നെ ചെയ്യും, പിന്നീട് നമ്മിലേക്കാകുന്നു നിങ്ങളുടെ മടക്കം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. ഇതുപോലെ രണ്ട് വചനങ്ങളിലും കാണാം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. മറ്റൊരു വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമഹ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ, ഒന്ന്, മരണശേഷം അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് നമ്മൾ മടങ്ങുമെന്നതാണ്. മറ്റൊന്ന്, ഭൗതിക ലോകത്തെ ജീവിതത്തിൽ നന്മയും തിന്മയും നൽകിയിട്ടുള്ള ഒരു പരീക്ഷണം നിങ്ങൾക്കുണ്ട് എന്നതാണ്. അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ നൽകി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പരീക്ഷിക്കും. മറ്റൊന്ന്, കർമ്മങ്ങൾക്ക് പൂർണ്ണ പ്രതിഫലം ലഭിക്കുക അത് പരലോകത്ത് വെച്ചാണ്.
നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ആരാണോ അവരാണ് യഥാർത്ഥ വിജയികൾ. ഈ ഐഹിക ജീവിതം എന്നത് വഞ്ചനയുടെ ചരക്ക് മാത്രമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. ഇങ്ങനെയുള്ള ഭൗതിക ലോകത്ത് നമ്മൾ ആരാകണം, എങ്ങനെയാകണം എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ കഴിയും. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് ആരാണ്? അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവൻ ആ ജീവിതത്തിന് ശേഷം തൻ്റെ മരണശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഏറ്റവും നല്ല രൂപത്തിൽ തയ്യാറെടുത്തവൻ. വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്ന അലല്ലാഹ്. എന്നാൽ ദുർബലനാരാ? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തൻ്റെ ഇച്ഛകളെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുക. തനിക്ക് തോന്നിയത്, തനിക്ക് താല്പര്യമുള്ളത്, തനിക്കിഷ്ടമുള്ളത് അതിനൊക്കെ അനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ആ രൂപത്തിൽ അങ്ങനെ തോന്നിയതുപോലെ നാക്കാലികളെ പോലെ കുടിച്ച് രസിച്ച് രമിച്ച് ആ രൂപത്തിൽ തനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്ന അത്തരം ആളുകളാണ് അശക്തർ. അങ്ങനെ ജീവിക്കുകയും വതമന്ന അലല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിൽ വ്യാമോഹം വെച്ച് പുലർത്തുകയും ചെയ്യുകയാണവർ. മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. ഫജാഅ റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. ثم قال يا رسول الله أي المؤمنين أفضل. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഓ നബിയെ, ആരാണ് വിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അഹ്സനുഹും ഖുലുഖ. നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ ആരാണോ അവരാണ് വിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. തുടർന്ന് ആ സഹാബി ചോദിക്കുന്നത്, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, ഏറ്റവും സാമർത്ഥ്യമുള്ള ബുദ്ധിമാനായ വിശ്വാസി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അക്തറുഹും ലിൽ മൗതി ദിക്റ, നിങ്ങളിൽ ഏറ്റവും അധികം മരണചിന്തയുള്ളവൻ, മരിക്കണമെന്ന ബോധത്തോടെ ജീവിക്കുന്നവൻ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, അതുകൊണ്ട് തന്നെ ആ മരണശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഏറ്റവും നല്ല തയ്യാറെടുപ്പ് ചെയ്തവൻ. ഉലൈക ഹുമുൽ അഖിയാസ്, അക്കൂട്ടരാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ, സാമർത്ഥ്യമുള്ളവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ പരലോകത്തേക്കുള്ള നമ്മളുടെ വിഭവങ്ങൾ ശേഖരിക്കാനുള്ള ക്ഷണികമായ നൈമിഷികമായ ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരലോക വിഭവങ്ങൾക്ക് വേണ്ടി രണ്ട് കാര്യങ്ങൾ നമ്മൾ ശേഖരിച്ചു വെക്കണം. അതുമാത്രമാണ് ഈ ഖുത്ബയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, വ ഇന്ന ഉമ്മതകും ഹാദിഹി ജുഇല ആഫിയതുഹാ ഫി അവ്വലിഹാ, നിങ്ങളുടെ ഉമ്മത്തുണ്ടല്ലോ അതിൻ്റെ ആദ്യകാലം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് മുഴുവൻ നൽകിയ അല്ലെങ്കിൽ ലഭിച്ച കാലമാണ്. ആഫിയത്ത് എന്നത് വിശാലമായൊരു പദമാണ്. ആരോഗ്യം, ആഫിയത്ത്, ഇതൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. വിശ്വാസരംഗത്ത്, ആചാര അനുഷ്ഠാനങ്ങളിൽ, അങ്ങനെ എല്ലാ നിലക്കും ആഫിയത്ത് ലഭിച്ച ഒരു ഉമ്മത്താണ് നിങ്ങളുടെ ഉമ്മത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യകാലക്കാരെ കുറിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയത് കാണാൻ കഴിയും, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, പ്രവാചകരെ, താങ്കൾ ഉള്ളിടത്തോളം, താങ്കൾ അവരിൽ ഉണ്ടായിരിക്കെ നാം അവരെ ശിക്ഷിക്കുകയില്ല.
വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അതുപോലെ തന്നെ അവർ പശ്ചാത്തപിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭങ്ങളിലും അങ്ങനെ ഇരിക്കുന്ന ആളുകളാണെങ്കിലും അവരെയും ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു കാലം, ആ കാലമാണ് ഈ ഉമ്മത്തിന്റെ തുടക്കം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വസയുസീബു ആഖിറഹാ ബലാഉൻ ശദീദ്. എന്നാൽ ഈ ഉമ്മത്ത് അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ശക്തമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും. വ ഉമൂറുൻ തുൻകിറൂനഹാ, സഹിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. വ തജീഉൽ ഫിതൻ, ഫിത്നകൾ, കുഴപ്പങ്ങൾ വരും. ആ ഫിത്നകളെ അഭിമുഖീകരിക്കുന്ന സത്യവിശ്വാസി പറയും, ഹാദിഹി മുഹ്ലികതി, ഇതെൻ്റെ നാശമാകുന്നു എന്ന്. അങ്ങനെ ആ ഫിത്ന പോയി വീണ്ടും ഫിത്നകൾ വരുമ്പോൾ വിശ്വാസി പറയും, ഹാദിഹി ഹാദിഹി, ഇത് തന്നെയാണ് എൻ്റെ നാശം, ഇത് തന്നെയാണ് എൻ്റെ നാശം എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ ഫിത്നയെ സംബന്ധിച്ച് വിശ്വാസി പറയും. ഇതങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ഫമൻ അഹബ്ബ മിൻകും അൻ യുസഹ്സഹ അനിൻ നാർ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, വയദ്ഖുലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, ഫൽതഅതിഹി മനിയതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവൻ്റെ മരണം അവന് വരട്ടെ. എപ്രകാരം? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ച നിലക്ക്, അന്ത്യദിനത്തിൽ വിശ്വസിച്ച നിലക്ക്, ആ രൂപത്തിലായിരിക്കണം നിങ്ങൾ മരിക്കേണ്ടത്. എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്ത് അംഗീകരിച്ച് തൗഹീദിൽ ഊന്നിയ മുവഹിദായി കൊണ്ട് അന്ത്യദിനത്തിൽ വിശ്വസിച്ച് നല്ലൊരു മുഅ്മിനായി, മുസ്ലിമായി, മുവഹിദായി ആ നിലക്കായിരിക്കട്ടെ അവൻ്റെ മരണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗമായി പറഞ്ഞത്. മറ്റൊന്ന് പറഞ്ഞു, വലിയതി ഇലന്നാസ്, ജനങ്ങൾ അവനിലേക്ക് എത്തണം. അല്ലദീ യുഹിബ്ബു അൻ യുഅ്താ ഇലൈഹി, എന്താണോ അവൻക്ക് ജനങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് അത് അവൻ ജനങ്ങളിലും ഇഷ്ടപ്പെടുന്നത് വരെ ആ രൂപത്തിലായിരിക്കണം അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടത്. ഈ ഹദീസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബന്ധം നന്നാക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നമ്മളുടെ ബന്ധം അത് ഏറ്റവും നല്ല രൂപത്തിലാക്കുക. മറ്റൊന്ന് പടപ്പുകളോടുള്ള ബന്ധം നന്നാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നരകമോചനം ലഭിക്കും, സ്വർഗപ്രവേശനം ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒന്ന്, ഈമാനിനെ നഷ്ടപ്പെടാതെ ദുർബലപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈമാൻ എന്നത് ഒരു ഗൗരവപ്പെട്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഏത് അനുഗ്രഹങ്ങളും വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ മാനദണ്ഡം നോക്കാതെ നൽകുമെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം നൽകുന്നതാണ് ഈമാൻ എന്നത്, വിശ്വാസം എന്നത്. അതിൻ്റെ ഗൗരവമറിയാൻ ഒരു സംഭവം ഉണർത്തുകയാണ്. ഖൈബർ യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹാദാ മിൻ അഹ്ലിന്നാർ, ഈ മനുഷ്യൻ നരകത്തിൻ്റെ ആളാണ് എന്ന് ഒരു വ്യക്തിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അങ്ങനെ നബി പറഞ്ഞപ്പോൾ സഹാബികൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹിയുടെ അടുത്ത് വന്ന് പറയുകയും ചെയ്യുകയാണ്, യാ റസൂലല്ലാഹ്, അറഅയ്ത റജുലല്ലദീ തഹദ്ദസ്ത അന്നഹു മിൻ അഹ്ലിന്നാർ, താങ്കൾ നരകത്തിലാണ് എന്ന് പറഞ്ഞ ആ വ്യക്തിയുണ്ടല്ലോ, ഖദ് ഖാതല ഫീ സബീലില്ലാഹ് മിൻ അശദ്ദിൽ ഖിതാൽ, അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ വളരെ കഠിനമായി ശക്തമായി യുദ്ധം ചെയ്യുന്ന വ്യക്തി, ഫകസറത ബിഹിൽ ജിറാഹ്, ധാരാളം മുറിവുകൾ, പരിക്കുകൾ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് അദ്ദേഹത്തിൻ്റെ മേലുണ്ട് എന്ന് സഹാബികൾ പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമാ ഇന്നഹു മിൻ അഹ്ലിന്നാർ, എങ്കിലും അദ്ദേഹം നരകത്തിലാണ്. അങ്ങനെ അദ്ദേഹത്തെ വീണ്ടും വീക്ഷിച്ചപ്പോൾ ഈ മുറിവുകൾ പറ്റിയ, ഈ പരിക്കുകൾ പറ്റിയ ആ വ്യക്തി, അദ്ദേഹം തൻ്റെ അമ്പ് കൊണ്ട് തൻ്റെ കഴുത്തിൽ തന്നെ കുത്തിക്കൊണ്ട് ആ രൂപത്തിൽ ആത്മഹത്യ ചെയ്യുന്നതാണ് സഹാബത്ത് പിന്നീട് കാണുന്നത്.
സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, സദ്ദഖല്ലാഹ ഹദീസക്, താങ്കളുടെ സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യപ്പെടുത്തിയിരിക്കുന്നു. ഖദിൻതഹറ ഫുലാൻ ഫഖതല നഫ്സഹു, ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ബിലാൽ, ഓ ബിലാലേ, ഖും ഫഅദ്ദിൻ, താങ്കൾ എഴുന്നേൽക്കുക, എന്നിട്ട് വിളംബരം ചെയ്യുക. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ, വിശ്വാസിയല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് താങ്കൾ വിളംബരം ചെയ്യുക. വ ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദാ ദീന ബിർറജുലിൽ ഫാജിർ, ഒരു തമ്മാടിയെ കൊണ്ടൊരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ ശക്തിപ്പെടുത്തിയേക്കാം. എന്നാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക വിശ്വാസികൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസത്തെ ശരിയായ രൂപത്തിൽ കൃത്യമായ രീതിയിൽ നന്നാക്കിയവർ മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈമാൻ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പഠിച്ച് മനസ്സിലാക്കി അത് നിലനിർത്തുക എന്നത് നമ്മളുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കാണാൻ കഴിയും, ലൈസൽ ഈമാന ബിത്തമന്നി വലാ ബിത്തഹല്ലി, ഈമാൻ എന്നത്, വിശ്വാസം എന്നത് അതൊരു വ്യാമോഹം കൊണ്ടല്ലെങ്കിൽ ഒരു ആഗ്രഹം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ആഭരണം പോലെ ചമഞ്ഞു നടക്കാൻ കഴിയുന്നതോ അല്ല. വലാകിൻ ഹുവ മാ വഖറ ഫിൽ ഖൽബ്, മറിച്ച് അത് ഹൃദയത്തിൽ രൂഢമൂലമായി ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ രൂഢമൂലമായി ഹൃദയത്തിൽ വന്ന വിശ്വാസത്തെ വസദ്ദഖഹുൽ അമൽ, പ്രവൃത്തി കൊണ്ട് സത്യപ്പെടുത്തുകയും വേണം. വിശ്വാസത്തെ സാധൂകരിക്കുന്ന സൽക്കർമ്മങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ, അതും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആ മനുഷ്യന്റെ വിശ്വാസം പരിപൂർണമാകുക. ഇങ്ങനെ ഈമാനിനെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക സദാസമയവും. തൻ്റെ റബ്ബിനെ കുറിച്ച് സൽവിചാരം മാത്രം നമ്മളുടെ മനസ്സുകളിൽ നിലനിർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ഞങ്ങളെ ഉപദേശിച്ചു എന്ന് സഹാബികൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിൻ്റെ 3 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയത്, ഉപദേശിച്ചത്, ലാ യമൂതന്ന അഹദുകും, നിങ്ങളിൽ ഒരാളും മരിക്കരുത്, ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നല്ല വിചാരത്തോടെയല്ലാതെ, റബ്ബിനെ കുറിച്ചുള്ള സൽവിചാരത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പാടുള്ളൂ എന്ന്, അതാണ് നല്ല മരണമെന്ന്, അങ്ങനെ മരിച്ചാലേ സ്വർഗം ലഭിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാനത്തെ വസിയത്തുകളിൽ ഓർമ്മപ്പെടുത്തിയത് കാണാൻ കഴിയും. അവൻ എങ്ങനെയാണ് ഈമാനിനെ മനസ്സിലാക്കി തന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഈമാനിനെ നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഈമാൻ അവതരിപ്പിച്ചത് പ്രമാണങ്ങളിലൂടെ തന്നെ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. സ്വർഗം ലഭിക്കാൻ, നരകമോചനം സാധ്യമാകാൻ, അതാണ് നമ്മളുടെ ജീവിതത്തിൽ പരമപ്രധാനമായി ഉണ്ടാകേണ്ടത്. രണ്ടാമത്തെ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വലിയതി ഇലന്നാസ് അല്ലദീ യുഹിബ്ബു അൻ യുഅതാ ഇലൈഹി, എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നതൊക്കെ അങ്ങോട്ടും നമ്മൾ നൽകുക. ഒരു മനുഷ്യൻ നമ്മോട് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ അപരന് നമ്മളും വകവെച്ച് കൊടുക്കുക. എല്ലാവരും എന്നെക്കുറിച്ച് സൽവിചാരമുണ്ടാവണം, എല്ലാവരും എന്നെ സഹായിക്കണം, എന്നെ ആദരിക്കണം, എന്നെ ബഹുമാനിക്കണം, എനിക്കവൻ്റെ സഹായം കിട്ടണം, എന്നെ അവൻ വെറുക്കരുത്, എന്നെ അവൻ ആക്രമിക്കരുത് എന്നിങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നമ്മൾ. നമുക്കുണ്ടാകേണ്ടതും നമ്മിൽ മറ്റൊരാൾ ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് മുഴുവൻ അപരനും നമ്മൾ നൽകേണ്ടതുണ്ട്. ആ രൂപത്തിൽ സൽസ്വഭാവമുള്ളവരായി മാറേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഇത്തഖില്ലാഹ ഹൈസു കുൻത് വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. നീ എവിടെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ സൂക്ഷിക്കുക. എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയാൽ ഉടനെ ഒരു നന്മയെ തുടർത്തുക. വന്നുപോയ തെറ്റിൽ ഖേദവും പശ്ചാത്താപവും
തുടർന്ന് ഇനി അതിലേക്ക് പോകില്ലെന്ന തീരുമാനവും, അങ്ങനെ ആ തെറ്റിനെ മായ്ച്ചു കളയാൻ സാധിക്കുന്ന നന്മകളെ തുടർത്തിക്കൊണ്ട് ആ രൂപത്തിൽ ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറിക്കൊണ്ട് ജീവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത് നമുക്ക് അവിടുത്തെ ഉപദേശങ്ങളിൽ കാണാൻ കഴിയും. അതാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളുടെ ജീവിതം രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആ രൂപത്തിൽ സ്വർഗാവകാശിയാകാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, റബ്ബിനോടുള്ള ബന്ധം. രണ്ട്, പടപ്പുകളോടുള്ള പെരുമാറ്റം. ഇത് രണ്ടും നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത്, ഉസീകും സാനി ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് അവധിക്കാലമാണ്. ഏകദേശം അവരുടെ അവധി അവസാനിക്കാറായി. അവധിക്കാലമായതുകൊണ്ട് തന്നെ മക്കൾക്ക് അവരുടെ മേൽ പറഞ്ഞതുപോലെ അവരുടെ വിശ്വാസം, അതുപോലെ തന്നെ പരലോകബോധം, അതൊക്കെ കൃത്യമായി അവരിലുണ്ട് എന്ന് ഉറപ്പിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്കാവശ്യമായ മാർഗദർശനങ്ങൾ, ആവശ്യമായ വഴികൾ അത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മെ വിളിച്ച് ഉണർത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വ അഹ്ലീകും നാറ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഖു അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും എന്ത് ചെയ്യുക? നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാൻ കഴിയും. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ എന്നാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് ഭൗതികമായ മേഖലകളിൽ രക്ഷ നൽകുന്ന രക്ഷിതാക്കളാണ്. ആ ഭൗതികമായ താല്പര്യങ്ങൾക്ക് മാത്രം കീഴ്പ്പെട്ട് അവർക്ക് വേണ്ടി ജീവിക്കേണ്ടവരല്ല നമ്മൾ. അവർക്ക് വേണ്ട പരലോകത്തെ രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങളും നമ്മിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ രംഗത്ത് വീഴ്ചകൾ സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ യുവതലമുറ വഴിതെറ്റിപ്പോവുകയും ആ രൂപത്തിൽ മയക്കുമരുന്നിലും മറ്റ് ലഹരിയിലുമൊക്കെ മുഴുകി ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നത്. രക്ഷിതാക്കൾ ആശങ്കയിലാണ്. എന്താണ് ചെയ്യുക? ഈ കാലഘട്ടത്തിൽ ഈ രൂപത്തിലല്ലാതെ വേറെന്താണ് ലഭിക്കുക എന്നൊക്കെയാണ് ആശങ്ക. മക്കളുടെ കുഴപ്പമല്ല, അവരുടെ സാഹചര്യങ്ങളും ആ രൂപത്തിലുള്ള ഇടപെടലുകളുമാണ് മക്കളെ വഴിതെറ്റിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പറഞ്ഞൊരു വാചകം ഏറെ ശ്രദ്ധേയമാണ്. വകം മിമ്മൻ അസ്ഖാ വലദഹു വഫലദ്ദത കബ്ദഹു ഫിദ്ദുനിയ വൽ ആഖിറ ബിഇഹ്മാലിഹി വതർകി തഅദീബിഹി വഇആനതിഹി ലഹു അലാ ശഹവാതിഹി. എത്ര മാതാപിതാക്കളാണ് അവരുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ കാര്യത്തിൽ തങ്ങളുടെ അലസത കാരണത്താലും മര്യാദകൾ പഠിപ്പിക്കാതെയും അവരുടെ തന്നിഷ്ടങ്ങൾക്ക് സഹായം നൽകിക്കൊണ്ടും ഇരു ലോകത്തും ആ മക്കളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. നേരത്തെ ഓതിയ ഖു അൻഫുസകും വ അഹ്ലീകും നാറ, ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞതും കാണാൻ കഴിയും. മക്കളെ നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലിമൂഹും വ അദ്ദിബൂഹും, അവർക്ക് ദീന് പഠിപ്പിക്കുക, സംസ്കാരം പഠിപ്പിക്കുക, മതം പഠിപ്പിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ തന്നിഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, അവരുടെ താല്പര്യങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ, ദീനിനെതിരായ താല്പര്യങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാതെ,
അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചതുപോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ മക്കളെ ജീവിക്കാനുള്ള ചുറ്റുപാടിലേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഓൺലൈനായിക്കൊണ്ടും അതല്ലാത്ത രൂപത്തിലുമൊക്കെയുണ്ട്. അത്തരം സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ ഒരു അവസരമാണ് നമ്മളുടെ മക്കൾക്കുള്ള മദ്രസ അഡ്മിഷൻ എന്നത്. ഇൻഷാ അല്ലാഹ് ഈ പള്ളിയിലും ഈ മദ്രസയിലും അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, വയസ്അമു അന്നഹു യുക്രിമുഹു വഖദ് അഹാനഹു. പല മാതാപിതാക്കളും വാദിക്കാറുള്ളത് ഞാൻ എൻ്റെ മക്കളെ ആദരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ആ മാതാപിതാക്കൾ അവരെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. വഅന്നഹു യർഹമുഹു വഖദ് ളലമഹു വഹറമഹു. മക്കളോട് കാരുണ്യം ചെയ്യുന്നു എന്ന് പറയുന്നവർ പക്ഷേ മക്കൾക്ക് വേണ്ട അവകാശങ്ങളെ നിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത്. ഫഫാതഹു ഇന്തിഫഅഹു ബിവലദിഹി. മക്കളെ കൊണ്ട് തനിക്കുള്ള യഥാർത്ഥത്തിലുള്ള വിജയം, നേട്ടം അത് നഷ്ടപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മക്കൾ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അവരുടെ ദീനിലും ഈമാനിലും ഹിദായത്തിലും നമ്മൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരായ വഴിയിലൂടെയാണോ അവർ പോകുന്നത്, നേരായ ആവശ്യത്തിനാണോ അവർ നമ്മോട് ആവശ്യപ്പെടുന്നത്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ കൂട്ടുകെട്ടുകളെക്കുറിച്ച് ചിന്തിക്കണം. അവരുടെ പഠന മേഖലകളെക്കുറിച്ച് നമ്മൾ അറിയണം. ആ രൂപത്തിൽ നമ്മളുടെ മക്കൾ നമ്മൾ ദീനിലാണ്, ദീനിൻ്റെ മാർഗത്തിലാണ് എന്ന് ഉറപ്പുവരുത്തണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഹജ്ജിൻ്റെ മാസത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ആ ഹജ്ജിൻ്റെ മാസത്തിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ആരാധനാ കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്നത്. കഴിയുന്നവരൊക്കെ അതിൽ പങ്കെടുക്കണം. അതാണ് ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പ്രാധാന്യം ഏറെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ കഴിയും. അഥവാ അതിൽപ്പെട്ടതാണ് ഉളുഹിയ്യത്തിൻ്റെ മൃഗങ്ങളെ നല്ല രൂപത്തിൽ പോറ്റി വളർത്തുന്നതും അവയെ തടിപ്പിക്കുന്നതും ആ രൂപത്തിൽ അതിനെ ശ്രദ്ധിക്കുന്നതും ഒക്കെ എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ കഴിയും. ആ രൂപത്തിൽ നമ്മൾ എല്ലാവരും, കഴിയുന്നവരൊക്കെ, നമുക്ക് വീട്ടാൻ കഴിയുന്ന രൂപത്തിലാണെങ്കിൽ കടം വാങ്ങിയിട്ടാണെങ്കിലും ഉളുഹിയ്യത്തിൽ പങ്കെടുക്കാം എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കഴിയുന്നവരൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ പള്ളിയിൽ അതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആടിനെയാണ് ഉളുഹിയ്യത്ത് അറുക്കുന്നത്. ഇവിടെ ഒരാടിന് അല്ലെങ്കിൽ ഒരാൾക്ക് 11,000 രൂപയാണ് അതിന് ഇവിടെ കണക്കാക്കിയിട്ടുള്ളത്. ആ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സൽക്കർമ്മങ്ങളിൽ, നന്മകളിൽ മുഴുകി ആ രൂപത്തിൽ ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു തആലയെ സംബന്ധിച്ച് ഏറ്റവും നല്ല വിചാരത്തോടെ, ഹുസ്നുള്ളന്നോടെ ആ രൂപത്തിൽ തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.